അങ്ങനെ പെരുന്നാളായി. പള്ളി പോകാൻ എണീച്ചപ്പോത്തിന് നേരായി. പെട്ടെന്ന് വിളിച്ചു മാറ്റി പള്ളിയിലെത്തി. പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാട്ട് ആ കാഴ്ചകൾ കണ്ടു. സീബ്രന്റെ കുപ്പായ അതേപോലെ വേറെ തന്നെ. അതേപോലെ നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നോക്കിയ ഐറ്റം ഉണ്ട്. നിങ്ങളെ കൂട്ടത്തിലും ഡെനിം എടുത്ത് റേറാക്കാൻ നോക്കി ആരും ചങ്ങായി ഉണ്ടാവില്ല. എനിക്ക് ഈ വീഡിയോ വെച്ചെടുത്ത് പറഞ്ഞാൽ നമ്മളെ നല്ല 4-5 ആളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറകെ ഇവിടെ എത്തിയപ്പോ ഇവിടെ ഒറ്റ മനുഷ്യല്ല, എല്ലാവരും ആപ്പാന്റെ പുറകെ പോയി. ഇന്നിപ്പോ എല്ലാ പുറയുള്ള മെയിൻ കഴിച്ചിരിക്കും. പിന്നെ ബിരിയാണി ഒക്കെ തിന്ന് എല്ലാവരും കണ്ട് അവിടെ നിന്ന്. എന്റെ അടുത്തുള്ള ഒരു ഡാം കിടന്നിട്ട് ഞാൻ നീന്തൽ പിടിച്ചു. 4ാം ക്ലാസ് മുതൽ ചെക്കന്മാരപ്പോ ഞാൻ ഏതൊരു സമയം ഈ ഡാമിൽ തന്നെ. ഈ ഒരു ഐസ് ചിലവർക്ക് അറിയും. പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പല്ല. ഈ വട്ടം കൂടി നിൽക്കുന്ന ഈ പെരുന്നാൾ ദിവസം എങ്ങോട്ട് പോകുന്ന ആലോചിക്കും. നമ്മൾ ആദ്യം 3 അളിയന്റെ പുറകെ. കാരണം അളിയന്റെ മാതാജിന്റെ പിറന്നാൾ. അളിയൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറെ സംഭവങ്ങൾ ഈ വീടിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ഇതാണ്ടോ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ്. സർപ്രൈസ് ഞാൻ കേക്കെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച്. അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് കേക്കും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നമ്മളവിടുന്ന് പോയി വരാൻ എളുപ്പം. എങ്ങോട്ട് പോകുന്നില്ല പ്ലാൻ. അവസാനം കൊണ്ട് എത്തിക്കുന്നത് ഈ ഒരു സ്ഥലത്തോട്ട്. കണ്ടപ്പോ തന്നെ ഏകദേശം പിടി കിട്ടി കാണുമല്ലോ. അതേ കൈസ് നെല്ലറച്ചാൽ നമ്മൾ എത്തിയത് ഇച്ചിരി നേരത്തെ ആയോ എന്നൊരു സംശയം. വെയിലിന്റെ ഒക്കിൽ പൈനാപ്പിൾ കടിച്ചതിന് ശേഷം ആ വീഡിയോ എടുക്കാൻ ഓർമ്മ. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും പാടെ ഓരോ ഐസ്ക്രീം വാങ്ങി. ആദ്യം ഞാൻ വിചാരിച്ച അവിടുത്തെ വേസ്റ്റ് എല്ലാം പേർക്ക് മൂപ്പർ ക്ലീൻ ആക്കി. പിന്നെ മനസ്സിലായി ആമ്പൽ ഇറക്കാനേ കഷ്ടപ്പാട്. മൂപ്പർ കഷ്ടപ്പാട് കണ്ടറിഞ്ഞു. നമ്മളവർക്ക് ആമ്പൽ ഇറക്കാതെ എന്താ അവിടെ ഉണ്ടാക്കാൻ കണ്ടില്ല. ചൈന വല വീശി മീൻ കിട്ടുന്ന പോലെ ഇതുകൊണ്ട് ആമ്പൽ കിട്ടും. ഹെവി ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ആമ്പലല്ല, നേരത്തെ കണ്ട യന്ത്രം. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു സൈഡിലോട്ട് നോക്കാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് ഇരുട്ടായപ്പോൾ അമ്പിളിമാമനും ഒരൊറ്റ നക്ഷത്രം തിളങ്ങി നിൽക്കും. അതും കണ്ട് നല്ല ചൂടുള്ള കോളിഫ്ലവർ പൊരിച്ചതും ഓരോ സർബത്തും കുറിച്ച് നേരെ വീട്ടിലോട്ട് പോയി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.